ശബരിമലയിലേക്ക് നിത്യമായിട്ട് പൂജകൾക്ക് നെയ്യ് കൊണ്ടുപോകുന്നത് ഇവിടെ നമ്മുടെ അടുത്തുള്ള ഒരു ചേട്ടനാണ്. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം ചോദിച്ചു, ശബരിമല മേൽശാന്തിക്ക് ചെറുകായ, അതായത് കണ്ണങ്കായ, പൂവൻകായ അല്ലെങ്കിൽ കദളി, അതുപോലെയുള്ള ചെറിയ കായകൾ, ചെറുകായ ഉപ്പേരി വെച്ച് കഴിക്കാനായിട്ട്, മെഴുക്കുവരട്ടി വെച്ച് കഴിക്കാനായിട്ട് ആഗ്രഹമുണ്ട്. പറമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, തൊടിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു കൊല അല്ലെങ്കിൽ കൊലകൾ തന്നയച്ചാൽ ശബരിമലയിലേക്ക് എത്തിക്കാൻ പോകുന്നുണ്ട്, നെയ്യ് കൊണ്ട് പോകുന്നുണ്ട് എന്ന് ആ ചേട്ടൻ പറഞ്ഞു. അപ്പോൾ ഞാനത് അനുസരിച്ച് ഇവിടെ നിന്നൊരു കേട്ടതിൽ സന്തോഷം, വളരെയധികം സന്തോഷത്തോട് കൂടിയിട്ട് കുറച്ച് കോൽപ്പുളി, വാളംപുളി എന്ന് പറയുന്നത്, അത് ചാണ ആയിട്ട് ഉരുട്ടിയിട്ടുള്ളത് ഒരു 2 ചാണ അതും കൂടി സഞ്ചിയിൽ വെച്ചു. കായക്കൊല കൊണ്ടുപോകുന്നു, ബൈക്കിന് അത് കൊണ്ടുപോകുന്നു. ആ ചേട്ടൻ്റെ വീട്ടിലെത്തി, അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയിട്ട് ഈ കൊല കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ പുളി കൊടുക്കുന്നു. ഈ പുളി കൊടുക്കുമ്പോൾ ഉണ്ടായൊരു അത്ഭുതമാണ് ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചതും. പുളിയാമ്പുള്ളി നമ്പൂതിരിച്ചനും അയ്യപ്പസ്വാമി തമ്മിൽ അത്രയധികം ബന്ധമുണ്ടെന്നുള്ളത്, ആത്മബന്ധമുണ്ടെന്നുള്ളത് മനസ്സിലാക്കിയത് അപ്പോഴാണ്. കൃത്യം ഈ സഞ്ചിയിലുള്ള വാളംപുളി ആ ചേട്ടൻ്റെ കയ്യിൽ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ശബരിമലയിൽ നിന്ന് മേൽശാന്തി അദ്ദേഹത്തെ ഫോൺ ചെയ്യാണ്. അത് വിളിച്ചപ്പോൾ പറഞ്ഞത്, താങ്കൾ വരുമ്പോൾ നാട്ടിൽ നിന്നും വാളംപുളി കിട്ടുകയാണെങ്കിൽ സാമ്പാറിലിടാനായിട്ട്, നല്ല നാടൻ പുളി കിട്ടുകയാണെങ്കിൽ സാമ്പാറിലിടാനായിട്ട് കൊണ്ടുവരണം എന്നാണ് പറഞ്ഞത്. അത് ആ സമയത്ത് കേട്ടിട്ട് അദ്ദേഹം പറഞ്ഞു, പ്രമോദേ, ഒരു അതിശയമാണല്ലോ ഇത് എന്ന് പറഞ്ഞു.